കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 8-ാം അധ്യായം ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. വെളിപാട് പുസ്തകം 8-ാം അധ്യായം ഒരു ചെറിയ അധ്യായമാണ്. നമുക്ക് ആ അധ്യായം ഒന്നിച്ച് വായിക്കാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്ന ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിങ്കിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തെ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 2-ാമത്തവൻ തന്റെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിന്മേൽ എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 ഛേദം വന്നു. 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക്, ഇനി കാഹളമൂതുവാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്ന ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. 8-ാം അധ്യായം ആരംഭിക്കുന്നത് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന പ്രയോഗത്തോടു കൂടിയാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ നമ്മൾ 6:12 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് വായിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ച ശേഷം 7-ാം മുദ്രയാണ് കുഞ്ഞാട് പൊട്ടിക്കേണ്ടത്. എന്നാൽ 7-ാം മുദ്രയ്ക്ക് 6-നും 7-നും മധ്യത്തിൽ 7-ാം അധ്യായം വന്നതും അതിന്റെ കാരണം ഒക്കെ എന്താണെന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ഈ അധ്യായത്തിലാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. എന്നാൽ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായത്? വലിയ കൊടുങ്കാറ്റും മറ്റും അടിക്കുന്നതിന് മുമ്പ്, വലിയ പേമാരിയും കൊടുങ്കാറ്റും വരുന്നതിന് മുമ്പ് ഒരു ശാന്തത പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയിൽ. അതുപോലെ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനത എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവപൂർണമായ വിഷയമാണ്. കാരണം ദൈവത്തെ രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ദൂതന്മാരും ജീവികളും മൂപ്പന്മാരും ഒക്കെ. നമ്മളത് നേരത്തെയുള്ള അധ്യായത്തിലും വായിക്കുകയുണ്ടായി. ദൈവത്തെ അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ അവസാനമൊക്കെ കർത്താവായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ സ്വർഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൗനതയ്ക്ക് കാരണം നമ്മൾ 3 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതും ഗൗരവപൂർണമായ ഒരു വിഷയമായിട്ട് നിൽക്കുന്നു. നമ്മൾ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ദൈവത്തോട് നീതി ലഭിക്കാതെ പീഡനകാലത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടപ്പോൾ അവര് വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് ഉറക്കെ നിലവിളിച്ചു. ദൈവത്തോട് നീതി നടത്തുവാൻ അവർ കരയുകയാണ്. അന്തിക്രിസ്തുവിന്റെ ആളുകളും ഭരിക്കുന്ന ഈ ലോകത്തിൽ നീതി കിട്ടാതെ ദൈവത്തെ ആരാധിച്ചു, അല്ലെങ്കിൽ ദൈവജനം സാക്ഷിച്ചു എന്നതിന്റെ കാരണം ഹേതുവായി അവർ കൊല്ലപ്പെട്ടു, അറുക്കപ്പെട്ടു. നമ്മൾ 6:9 വായിക്കുന്നുണ്ട്, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. ഈ പീഡന കാലഘട്ടത്തിൽ ദൈവത്തെ സാക്ഷിച്ചവരെ അന്തിക്രിസ്തു കൊല്ലുകയാണ്, പീഡിപ്പിക്കുകയാണ്. വളരെ ഉപദ്രവങ്ങൾ അവർ സഹിക്കുകയാണ്. വളരെ അവർ വിശന്നു, ദാഹിച്ചു. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ നമ്മൾ ചിന്തിച്ചത്, കുഞ്ഞാട് അവരെ ജീവജല നദിയുടെ അടുക്കലേക്ക് നയിക്കും. ഇനി അവർക്ക് ദാഹിക്കില്ല, വിശക്കില്ല, യാതൊരു വെയിലും ചൂടും അവരുടെ മേൽ കൊള്ളില്ല എന്നുള്ളത് കണ്ടത്. എന്ന് പറഞ്ഞാൽ അവര് അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവന്റെ മുദ്രയേൽക്കാതെ വിൽക്കാനും വാങ്ങാനും സാധിക്കാതെ പീഡിപ്പിക്കപ്പെട്ടവരായി, അറുക്കപ്പെട്ടവരായി, വളരെ ഉപദ്രവങ്ങൾ സഹിച്ചവരായി അവർ കടന്നുപോയപ്പോൾ അവരെ യാതൊരു പ്രതികാരവും ചെയ്യാതെ അവർ ദൈവത്തോട് കരഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ എത്രത്തോളം നീതി ന്യായവും നടത്താതിരിക്കും. അപ്പോൾ ദൈവം പറഞ്ഞ മറുപടി, അല്പം കൂടെ കാത്തിരിക്കുക. 11-ാം വാക്യം,
അപ്പോൾ അവൾ ഓരോരുത്തരും വെള്ളനിലയ്ക്ക് കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് പറഞ്ഞു. അല്പകാലം കൂടെ പാർക്കണം. നമ്മൾ വീണ്ടും 7-ാം അധ്യായത്തില് 9-ാം വാക്യത്തിൽ ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷയിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ളനിലങ്കി ധരിച്ച് കുരുത്തോലയുമായി ദൈവസന്നിധി നിൽക്കുകയാണ്. ഇവരെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. പീഡന കാലഘട്ടത്തിന്റെ 2-ാം പകുതിയിലും അറുക്കപ്പെട്ടവര് വന്നു ചേർന്ന് കഴിയും. അവരുടെയും കരച്ചിലും പ്രാർത്ഥനയും നീതി കിട്ടാതെ അവർ കഷ്ടപ്പെട്ട് കരഞ്ഞവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാൻ പോകുന്നു എന്നതുകൊണ്ട്, അതിൻ്റെ ഗൗരവം സ്വർഗം മനസ്സിലാക്കിയത് കൊണ്ട് സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയാണ്. വളരെ ഭയാനകമായ കാര്യങ്ങൾ ഭൂമിയിൽ വരുന്നു എന്നത് അത് സൂചിപ്പിക്കുന്നു. ചാൾസ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് ചിന്തനീയമായ ഒരു കാര്യമാണ്. The need of the saints are more to God than all the psalmody of heaven. സ്വർഗത്തിലെ സകല സങ്കീർത്തനങ്ങളെക്കാട്ടും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ദൈവത്തിന് വലിയ കാര്യം. അവൻ ആരാധനയുടെ മധ്യത്തിൽ വസിക്കുക, അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം അവൻ തുടങ്ങുന്നത് അവന് ലഭിക്കുന്ന ആരാധനയെക്കാട്ടിൽ വലിയതാണെന്ന് ചാൾസ് എന്ന് പറയുന്ന ദൈവദാസൻ രേഖപ്പെടുത്തിയപ്പോൾ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര വിലപ്പെട്ടതാണ് എന്നോർക്കാനായിട്ട് കഴിയും. 2-5 വരെയുള്ള വാക്യത്തിൽ പ്രാർത്ഥനയും ധൂപവും നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം കൊടുത്തു. 191 സങ്കീർത്തനം 2-ാം വാക്യത്തില് പ്രാർത്ഥന തിരുസന്നിൽ ധൂപമായും പഴയ നിയമ യാഗങ്ങൾ യാഗപീഠത്തിൽ കത്തി സുഗന്ധം ദേവാലയത്തിൽ ദൈവസന്നിൽ ഉയർന്നു പൊങ്ങിയപ്പോൾ അതിൻ്റെ ആശ്ചര്യമായ പൊരുളായി വിശുദ്ധന്മാർ ഭൂമിയിൽ നടത്തുന്ന പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ ധൂപമായി മാറുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇതിന് മറുപടി കിട്ടുന്നുണ്ടോ, ദൈവം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ ഭാഗം നമ്മെ വളരെയധികം സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം, വിശുദ്ധന്മാർ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ പീഡന കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ, ഉപദ്രവിക്കപ്പെട്ടവർ, ആ വിശുദ്ധന്മാർ അവർ കരഞ്ഞപ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിൽ ധൂപമായി കരേറി ദൈവത്തിനത് അനുഭവമായി മാറുവാനായിട്ടിടയായി മാറി. ഈ ധൂപവർഗം, ഇവിടെ പറയുന്ന ധൂപവർഗം മലയാളത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വർണ്ണപീഠമാണ്. സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം ഇതിനു മുമ്പ് പഠിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സന്നിധിയുടെ തൊട്ടുമുന്നിൽ, അതിവിശുദ്ധ സ്ഥലത്തിന് തൊട്ടുമുന്നിൽ ഇരിക്കുന്ന യാഗപീഠമാണ് സ്വർണ്ണധൂപപീഠം. അവിടെ പുരോഹിതന്മാർ പലപ്പോഴും അർപ്പിക്കുന്നത് അത് സൗരഭ്യം കരയറ്റുകയാണ്. ഗോൾഡൻ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, സൗരഭ്യം കരയറ്റുന്ന സ്വർണ്ണധൂപപീഠം. അതിൻ്റെ പ്രതീകമാണ് നമ്മൾ സ്വർഗത്തിൽ ഇപ്പം കാണുന്നത്. സ്വർഗത്തിൽ ഈ ഭൂമിയിൽ ആക്ഷരികമായി ഷേഖന്നാഗ്ലോറിയിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ മുന്നിൽ സ്വർണ്ണധൂപപീഠത്തിൽ അർപ്പിച്ച ആ സൗരഭ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സുഗന്ധമായി തീർന്നതുപോലെ അതിൻ്റെ പൊരുള് അതിപരിശുദ്ധ സ്ഥലം, ആ അതിവിശുദ്ധ സ്ഥലത്തിന്റെ പൊരുളായിരിക്കുന്ന ദൈവം വസിക്കുന്ന സ്വർഗം. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിച്ചല്ലോ, സമാഗമന കൂടാരം പഠിച്ചപ്പോൾ അവർ സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമായതിൽ ശുശ്രൂഷിക്കുകയാണ്. ആ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാർ കരയേറ്റിയ പ്രാർത്ഥനകൾ ധൂപമായി കരേറുകയാണ്. നമുക്ക് എത്ര ധൈര്യം തോന്നാനുണ്ട്. എന്നാൽ വചനത്തിലൂടെ വ്യക്തമായി പറയും, അവർ വളരെ പീഡിപ്പിക്കപ്പെട്ട് വേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട് അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല എന്ന് ഒരു പക്ഷെങ്കിൽ അവരിൽ പലർക്കും തോന്നിക്കാം. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആ സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം ആ പ്രാർത്ഥന കേട്ട് അതിന് മറുപടി കരയേറ്റുന്നു എന്നത് നമ്മെ ഈ ഭാഗം പഠിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഇത് ധൂപമായി കരേറുമ്പോൾ, 3-ാം വാക്യം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. അവള് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപം കരേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ദൂതൻ ആ സ്വർണ്ണധൂപപീഠത്തിന്റെ അടുക്കൽ വന്ന്
ആ പ്രാർത്ഥന എന്ന ധൂപത്തോട് ചേർത്ത് അവൻ കുറച്ചുകൂടെ ഇൻസെൻസ് അവിടെ അർപ്പിച്ചപ്പോൾ അതുകൂടെ കത്തി കുറച്ചുകൂടെ സൗരഭ്യമായി മുകളിലോട്ട് കയറുകയാണ്. ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൂതൻ ആരാണ് എന്ന് പഠിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, മറ്റൊരു ദൂതൻ വന്ന് ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കുവാൻ അധികം സുഗന്ധ വർഗം ചേർക്കുകയാണ്. ഈ ദൂതനെ കുറിച്ച് വായിക്കുന്നു, സ്വർണ്ണ ധൂപകലശവുമായി വരികയാണ്. നമ്മൾ പഴയ നിയമ ടൈപ്പുകൾ പഠിക്കുമ്പോൾ ഈ ദൂതൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് പണ്ഡിതന്മാരിലേറിയ പങ്കും തർപ്പിച്ച് പറയുന്നു. അവർ പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അവരൊന്നാമത് പറയുന്നത്, പഴയ നിയമത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വർണ്ണ ധൂപകലശം എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന ഏക വ്യക്തി ഇസ്രായേലിന്റെ മഹാപുരോഹിതനാണ്. ഒരു ദൂതനോ ഒരു സാധാരണ പുരോഹിതനോ ഒന്നും അവിടെ പ്രവേശിക്കില്ല. അവിടെ പ്രവേശിക്കുന്ന ഏക വ്യക്തി മഹാപുരോഹിതനാണ്. മഹാപുരോഹിതൻ മാത്രമേ സ്വർണ്ണ കലശവുമായി ധൂപകലശവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയുള്ളൂ. ഇത് സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമാണ്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. വളരെ വ്യക്തമായി എബ്രായലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ മഹാപുരോഹിതൻ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. ഈ യേശുക്രിസ്തു അല്ലാതെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കുവാൻ മധ്യസ്ഥ പ്രാർത്ഥന ധൂപം എന്ന് പറയുന്ന ആ സുഗന്ധം ചേർക്കുന്ന മറ്റൊരു ദൂതനെയോ മറ്റൊരു പുരോഹിതനെയോ വചനം പഠിപ്പിക്കുന്നില്ല, വചനം കാണിക്കുന്നില്ല. ഒരിക്കലും ഒരു ദൂതനെ കൊണ്ട്, ആക്ഷരിക ദൂതനെ കൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കുവാൻ ധൂപം അർപ്പിക്കുകയോ സമാഗമന കൂടാരത്തിൽ ധൂപം അർപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവിടെ അർപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, കർത്താവ് മാത്രമേ നമ്മുടെ മധ്യസ്ഥനായിട്ടുള്ളൂ. 1 തിമോഥെയോസ് 2:5, എബ്രായലേഖനം 9:11-12, 24, എബ്രായലേഖനം 7:25, ഇവിടെയൊക്കെ കർത്താവ് മാത്രമേ നമ്മുടെ മധ്യസ്ഥനായി മഹാപുരോഹിതനായി അവൻ നമുക്കുള്ളൂ. അവൻ നമ്മുടെ മഹാപുരോഹിതനായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ആ സ്വർഗമണ്ഡലത്തിൽ അവൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒരു കാര്യമാണ് നമുക്കവിടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇത് ഓർക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷിപ്പാൻ വകയുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ സൗരഭ്യപൂർണമായി മാറുന്നത് അവൻ്റെ നാമത്തിൽ നാം ചോദിക്കുന്ന എന്തിനും മറുപടി തരാം എന്ന് നമ്മളോട് കർത്താവ് പറഞ്ഞു. അവൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥന കഴിക്കുമ്പോൾ ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ പുത്രന്റെ മധ്യസ്ഥതയാൽ സൗരഭ്യപൂർണമായി അവൻ അർപ്പിക്കും. നമുക്കങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയോടുകൂടെ, അതായത് പഴയ നിയമ പുരോഹിതന്മാരുടെ പഠനത്തിൽ നമുക്ക് ലഭിക്കുന്ന മനോഹരമായ കാര്യം, ഇസ്രായേലിന്റെ മഹാപുരോഹിതനും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് ലേവ്യ പുസ്തകത്തിലും മറ്റും, അഹരോനെയും പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ എടുക്കുക. ആരോൺ ആൻഡ് ഹിസ് സൺസ്, അഹരോനും പുത്രന്മാരും അവരൊരു യൂണിറ്റാണ്. യേശുക്രിസ്തുവും അവന്റെ വിശുദ്ധന്മാരും അഹരോനും പുത്രന്മാരും അവൻ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ശുശ്രൂഷിക്കുമ്പോൾ നാം അവന്റെ പാദപീഠത്തെങ്കിൽ പുരോഹിതന്മാരായി ശുശ്രൂഷിക്കും. അഹരോനും പുത്രന്മാരും ആ മഹത്വപൂർണമായ പാഠം നമ്മെ ഇവിടെ പഠിപ്പിക്കും. ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സൗരഭ്യമായി ദൈവം അംഗീകരിച്ചു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, ദൂതന് ധൂപം കൊടുക്കുന്നു. 5-ാം വാക്യം, ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിന് കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഈ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. കാരണം ഈ പ്രാർത്ഥന അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തന നിരതനായി മാറി. നമ്മൾ ഓർക്കണം, ഇത് 7ാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആ പ്രാരംഭത്തിൽ പഠിച്ചു, 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട്. 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, 7 കാഹളം ഊതുമ്പോഴുള്ള ന്യായവിധി, 7 ക്രോധകലശം ഒഴിക്കുമ്പോഴുള്ള ന്യായവിധി. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ ഇടിനാദവും മുഴക്കവും മിന്നലും ഒക്കെ ഉണ്ടായി. ഇനി 7ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് 11:19 നോക്കി. 11:19, 7ാമത്തെ കാഹളമൂതും ദൂതനൂതും. 19-ാം വാക്യം, അപ്പോൾ സ്വർഗത്തിൽ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ഇത് 7ാമത്തെ കാഹളമൂതും. ഇനി 7ാം ക്രോധകലശം ഒഴിക്കുമ്പോഴോ 16:18, അവിടെയും 17-ാം വാക്യത്തിൽ 7ാമത്തവൻ തന്റെ കലശം ഒഴിക്കുകയാണ്. 18-ാം വാക്യം, മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. നോക്കുക, ഈ 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റിന്റെ ക്ലൈമാക്സിൽ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ, 7ാമത്തെ കാഹളമൂതുമ്പോൾ, 7ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോൾ നാം അവിടെ 3ഇടത്തും വായിക്കുന്നുണ്ട്, മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും ഉണ്ടായി. അത് ദൈവത്തിന്റെ മജസ്റ്റി,
ദ എക്സ്പ്രഷൻ ഓഫ് ദ പ്രസൻസ് ആൻഡ് പവർ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയുടെ പ്രകടനമാണ്. ഹി ഈസ് ഒമിനിപോട്ടന്റ്. അവൻ സർവശക്തനാണ്. സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെയും ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും ഉണ്ടായി. ഹിസ് ഒമിനിപോട്ടന്റ് പ്രസൻസ്, ഹിസ് പവർ ഓഫ് ഹിസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അവിടെ പ്രകടമാക്കുകയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കേട്ടു. അവൻ പ്രവർത്തന നിരതനായി അവന്റെ ശക്തിയുടെ വലിപ്പം വാസ്തവത്തോടെ പ്രകടമാക്കി കാണിക്കുകയാണ്. ദൈവജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ, അവൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അവിടെ യാതൊരു കാര്യങ്ങൾക്കും അതിനെ തടസ്സം ചെയ്യുവാൻ കഴിയില്ല. ദൈവം ഹി സ്ലോ ടു ആങ്കർ. അവൻ വളരെ ദീർഘക്ഷമയുള്ളവനാണ്. അവൻ വാസ്തവത്തിൽ പെട്ടെന്ന് കോപിക്കത്തില്ല. അവൻ പ്രതികാരത്തിനൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഹി സ്ലോ ടു ആങ്കർ, ലോങ് സഫറിങ്, എൻഡ്യൂറിങ്. വളരെ ദീർഘക്ഷമയോടെ സഹിച്ച് അവൻ മുന്നോട്ട് കടന്നു പോകും ദയ കാണിച്ചുകൊണ്ട്. എന്നാൽ അവൻ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവന്റെ ശക്തിയുടെ മുന്നിൽ ഒന്നിനും പിന്നെ നിൽപ്പാൻ കഴിയില്ല. നമ്മളിവിടെയൊക്കെ കാണുന്നതാണ് അവന്റെ സാന്നിധ്യത്തിന്റെ പ്രസൻസിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും. എന്നാൽ ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം, ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറുപടി പറയുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവന്റെ ശക്തി വ്യാപരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തി, എഫെസോസ് വിശുദ്ധന്മാരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്തിനു വേണ്ടി? വിശുദ്ധന്മാർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുള്ള ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിപ്പാൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് ഗ്രഹിപ്പാൻ എഫെസോസിലെ വിശുദ്ധന്മാരുടെ കണ്ണൊന്ന് തുറക്കുവാൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം വലിയവനാണ്, സർവശക്തനാണ്. അവൻ നമ്മുടെ പ്രാർത്ഥനകൾ തള്ളിക്കളയുന്നവനല്ല. അവന്റെ വലിയ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നാം അത് കാണുന്നു. മനോഹരമായ ഒരു പാഠം. ആ പഠനം നമുക്കിവിടെ അതോടുള്ള ബന്ധത്തിൽ കിട്ടുന്നു. ഇനി നമുക്ക് നോക്കാം. ആ കാഹളമൂതുവാൻ 7 പേരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. ദൈവം അവരെ അനുവദിക്കുകയാണ്. 7-ാം വാക്യം, ഒന്നാമത്തവൻ ഊതി, അപ്പോൾ കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇത് ആശ്ചര്യമായ ന്യായവിധിയാണോ? തീർച്ചയായിട്ടുമാണ്. നമ്മൾ പുറപ്പാട് ദിവസം 9 22-26 വരെ വായിച്ചാൽ ഇതുപോലെ തന്നെ ഫറവോന്റെ മേലും അവന്റെ ജനത്തിന്റെ മേലും മിസ്രയീമിൽ ദൈവം അയച്ച ന്യായവിധിയെക്കുറിച്ച് വായിക്കുന്നു. പരിചയമുള്ളതുകൊണ്ട് നമുക്ക് അതെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ഭൂമിമേൽ ചൊരിഞ്ഞു. ദൈവം ഭൂമിയിൽ ന്യായവിധി നടത്തുകയാണ്. ഭൂമിമേൽ ചൊരിയുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ന്യായവിധി ഭൂമിയിലാണ്. അടുത്ത് നടക്കുന്ന ന്യായവിധി കടലിലാണ്. പിന്നെ നടക്കുന്ന ന്യായവിധി ജലാശയത്തിലാണ്. നമുക്കിങ്ങനെ ഭൂമിയുടെ എക്കോളജി, അതായത് ഭൂമിയുടെ ആ ജൈവ ഘടകങ്ങൾ, മനുഷ്യന് വസിക്കാൻ അനുവദിച്ച ജൈവ ഘടകങ്ങളെ ബാധിക്കുന്ന ന്യായവിധിയാണ് ദൈവം ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ഭൂമിമേൽ ചൊരിയുകയാണ്. എന്നാൽ ഭൂമിമേൽ ചൊരിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1/3 മാത്രമേ വെന്തു പോകുന്നു. ഇനിയുള്ള ന്യായവിധിയെ നമുക്ക് വേണം ഇങ്ങനെ പേര് കൊടുക്കാം, 1/3 ജഡ്ജ്മെന്റ്. 1/3 ന്യായവിധി. സമുദ്രത്തിൽ 1/3, ജലാശയത്തിൽ 1/3, ഭൂമിയിൽ 1/3, ഇങ്ങനെ 1/3 മേലുള്ള ന്യായവിധി. അപ്പോൾ നമ്മൾ ഓർത്തെ, കൃത്യമായി 1/3 മാത്രമേ നശിക്കുന്നുള്ളൂ എങ്കിൽ സ്വർഗം അത് കൃത്യമായി നിയന്ത്രിക്കുകയാണ്, വളരെ വ്യക്തമായി നിയന്ത്രിക്കുകയാണ്. ആശ്ചര്യമായി ഭൂമിയിൽ ഇത് സംഭവിക്കും. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. ഭൂമിയിൽ 1/3 വെന്തുപോയി. എത്ര ഭയങ്കരമായിരിക്കും! അതോട് ചേർത്ത് പറഞ്ഞു, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഒരു പക്ഷെങ്കിൽ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തുള്ള ബന്ധത്തിൽ അവസാനത്തെ 2-ാം പകുതി, അതായത് 3.5 വർഷം കഴിഞ്ഞ് നടക്കുന്ന 3-ാം പകുതി ലോകം യുദ്ധമല്ലാതെ മറ്റൊന്നും കാണത്തില്ല. സെക്കൻഡ് ഹാഫ് ഓഫ് ട്രിബുലേഷൻ. കുഞ്ഞാട് മുദ്രയിൽ 1 പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിര, കുഞ്ഞാട് മുദ്രയിൽ 2 പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിര. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞു. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ അധികാരം കൊടുത്തു. വലിയൊരു വാളും കൊടുത്തു. യുദ്ധമല്ലാതെ മറ്റൊന്നും ലോകത്തിൽ പിന്നെ കാണില്ല. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച ആയുധങ്ങൾ മനുഷ്യനെടുത്ത് ഉപയോഗിക്കും. വിയറ്റ്നാമിലെ യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. നേപ്പിൾ ബോംബ്സ് എന്ന് പറഞ്ഞ ബോംബുകൾ അമേരിക്കക്കാർ അവിടെ ഉപയോഗിച്ചു. അവിടുത്തെ വനങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വെന്ത് കളയുന്ന, തീ കൊണ്ട് അവരെ ചുട്ടുകളയുന്ന ബോംബുകളായിരുന്നു നേപ്പിൾ ബോംബ്സ്. അവിടെ ഉപയോഗിച്ചു. മനുഷ്യന്റെ കയ്യിൽ ഇതെല്ലാം ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്യുകയായിരുന്നു. ഒരു മിനിറ്റില് $1 മില്യൺ ഡിഫൻസിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റില് $1 മില്യൺ.
1,00,000 $10,00,000 ഒരു മിനിറ്റിൽ. ലോകത്തിൽ നടക്കുന്ന റിസർച്ചിൽ 40% റിസർച്ച് മിലിറ്ററി പർപ്പസിന് വേണ്ടിയാണ്. മനുഷ്യനെ കൊന്നൊടുക്കുവാൻ വേണ്ടിയുള്ള, മാരകായുധങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തീവ്ര യജ്ഞമാണ്. ഇവിടെയും മനുഷ്യനൊരു പക്ഷേ ഉണ്ടാക്കി വെച്ച വസ്തുക്കൾ കൊണ്ട്, നേപ്പിൾ ബോംബ്സ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇവിടെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഈ പച്ചപ്പുല്ലെന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കുന്നു നെൽപ്പാടങ്ങളും ഗോതമ്പിന്റെ അതുപോലുള്ള പുല്ലുകൾ പോലെയുള്ള വർഗത്തിൽപ്പെട്ട എല്ലാം വൃക്ഷങ്ങളിൽ മുതലൊന്ന് കരിഞ്ഞപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ അല്പം പച്ചപ്പുല്ലൊക്കെ വെച്ച് അത് കാണാൻ നമുക്ക് കണ്ണിനൊക്കെ ഒരു ഇമ്പമാണ്. നമ്മളെ മുറ്റത്തൊക്കെ ആ ലോണും ഒക്കെ വെച്ച് പിടിപ്പിക്കും. പുൽമേടുകൾ ഉള്ളിടത്ത്, നല്ല വയലുകളൊക്കെ ഉള്ളിടത്ത് നോക്കുവാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കണ്ണിനൊരു ഇമ്പമാണ്, ആശ്വാസമാണ് അത് കാണുമ്പോൾ. അതുകൊണ്ട് അല്പ സ്ഥലമുള്ളെങ്കിലും ഒരു ഇച്ചിരി ലോണൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. എന്നാൽ ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി പ്രതികാരം ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭൂമിയുടെ എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയാൽ ഭൂമിയുടെ ഉപരിതലം എങ്ങനെയിരിക്കുമെന്ന് നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഉപരിതലം മുഴുവൻ കരി കൊണ്ട് നിറഞ്ഞ പോലെ ഇരിക്കും. പച്ചപ്പുല്ലെന്ന് കാണുന്ന എല്ലായിടത്തും, വയലുകൾ കാണുന്ന എല്ലായിടത്തും എങ്ങനെയിരിക്കും? കരിഞ്ഞിരിക്കും, കരിഞ്ഞ മുഖമാകും. ഈ പശുക്കളും പുല്ല് നിന്ന് ജീവിക്കുന്ന മൃഗങ്ങളും ഒക്കെ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ, കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ മനുഷ്യന് അധികാരം കിട്ടി ഇല്ലേ? നമ്മള് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം കിട്ടി. കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊല്ലുന്നു, മൃഗങ്ങളും മനുഷ്യനെ കൊല്ലുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പശുക്കൾക്കും പുല്ല് നിന്ന് ജീവിക്കുന്ന ഈ മൃഗങ്ങൾക്കൊക്കെ പുല്ലുകൾ തിന്നാനില്ലെങ്കിൽ അവ എന്തോ ചെയ്യും? കാനിബോൾസ് ആയിട്ട് മാറും, മനുഷ്യനെ തിന്നുന്നവരായി മാറും. മനുഷ്യൻ തന്നെ മനുഷ്യനെ തിന്നുന്നത് എപ്പോഴാ? അവൻ ആഹാരമില്ലാതെ വരുമ്പോഴാ. ബൈബിളിൽ രേഖപ്പെടുത്തി, പഴയ നിയമത്തിൽ രേഖപ്പെടുത്തി, കാട്ടുമൃഗങ്ങളെ കൊണ്ട് മനുഷ്യനെ കൊല്ലിക്കും. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോവുകയാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഈ പച്ചപ്പുല്ല് വെന്തുപോകുന്ന പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോവേൽ പ്രവചനം 1-ാം അധ്യായം. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 15 തൊട്ടുള്ള വാക്യത്തിൽ, 1-15 തൊട്ടുള്ള വാക്യത്തിൽ യഹോവയുടെ ദിവസം, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ്. 15-ാം വാക്യം തുടങ്ങി. യോവേൽ പ്രവചനം 1-15. യഹോവയോട് നിലവിളിപ്പീൻ, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞു പോകുകയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു, മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായകയാൽ ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു. യഹോവ നിന്നോട് ഞാൻ നിലവിളിക്കുന്നു, യഹോവയെ നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും, പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായിരിക്കുന്നു. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കിരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങൾ നിന്നെ നോക്കി കിഴക്കുന്നു എന്ന് സംഭവിക്കുന്നതാണ് യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. യഹോവയുടെ ദിവസം ക്രൂരമായി വരുന്നു. മേച്ചിലില്ലായകയാൽ കന്നുകാലികൾ ബുദ്ധിമുട്ടുന്നു, മേച്ചിലില്ലായകയാൽ വയലിലെ മൃഗങ്ങൾ നിന്നെ നോക്കി കിഴയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സംഭവിക്കുന്ന ഭീകരതയൊന്ന് ഓർക്കുക. വയലിലെ മൃഗങ്ങളും ജീവജന്തുക്കളും ദൈവത്തെ നോക്കി കരയുന്ന ഒരവസ്ഥ. ദൈവത്തിന്റെ പ്രതികാര ദിവസം, പീഡിപ്പിക്കുന്ന ഭയാനകമായ അന്തരീക്ഷം. കർത്താവായ യേശുക്രിസ്തു ഓർപ്പിച്ച പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം സംഭവിക്കുന്ന ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. ഞാൻ ചിലപ്പോഴൊക്കെ അത് ഓർക്കാറുണ്ട്. ഈ പച്ചപ്പുല്ല് മുഴുവൻ കത്തിപ്പോയൊരവസ്ഥ, ഇത് മുഴുവൻ കരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ഭൂമിയുടെ എക്കോളജി, ഈ ജൈവ ഘടകത്തിൽ വരുന്ന വലിയ വ്യത്യാസം. വൃക്ഷങ്ങളിൽ 3-1 കത്തിപ്പോയി. നമ്മൾ ഇനിയും വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല പച്ചപ്പുല്ലും ഈ പച്ച വൃക്ഷങ്ങളൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തു നോക്കുക, ഇതെല്ലാം കരിഞ്ഞു നിൽക്കുന്ന കാഴ്ച. പഴയ നിയമത്തിൽ അത് സംഭവിക്കുന്ന ദൈവം രേഖപ്പെടുത്തി. 2-ാമത്തെ കാഹളം ഊതുകയാണ്. 8-9 വാക്യം. 2-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് കടലിൽ 3-1 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 3-1 ചത്തുപോയി, കപ്പലുകളിൽ 3-1 ഛേദം വന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, യോഹന്നാൻ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്. മലയെറിഞ്ഞെന്ന് പറഞ്ഞത് വൻമല പോലെ ഒന്ന് കടലിൽ വീണു. എന്താ കടലിൽ വീണതെന്ന് പറഞ്ഞിട്ടില്ലേ? 2000 വർഷം മുമ്പ് ഇരുന്ന
ജീവിച്ച ദൈവദാസനെ ആത്മാവിൽ ഈ യുദ്ധങ്ങളെയും സംഭവങ്ങളെയും കാണിച്ചു കൊടുത്തിട്ട് നീ കണ്ടതെഴുതുവാൻ ആവശ്യപ്പെട്ടു. അവൻ നോക്കിയപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ വീണു. ഇത് പല അഭിപ്രായങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്, കടൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ് എന്ന് കരുതപ്പെടുന്നു. മെഡിറ്ററേനിയൻ കടൽ. കടൽ എന്ന് ബൈബിളിൽ പലപ്പോഴും പറയുന്നത് ഇസ്രായേലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലിനെ ഉദ്ദേശിച്ചാണ് പലപ്പോഴും കടൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവുകളും വചനത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒരു പക്ഷെങ്കിൽ ഇത് ഭൂമിയിൽ എല്ലാ കടലിലും സംഭവിക്കുന്നതായിരിക്കും. എന്നാൽ ഈ കടലിലെ തീ കത്തുന്ന വൻമലയെ ഒന്ന്, ആസ് ഇറ്റ് വർ എ ഗ്രേറ്റ് മൗണ്ടൻ ബേണിംഗ് വിത്ത് ഫയർ. ഇറ്റ് ഈസ് നോട്ട് ടോൾഡ് ദാറ്റ് ഇറ്റ് ഈസ് എ മൗണ്ട്, ഇറ്റ് ഈസ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ മൗണ്ട്. ഹൈഡ്രജൻ ബോംബ് കടലിൽ പൊട്ടിയാൽ ഇതുപോലെ ഇരിക്കും. കത്തുന്ന ഒരു മല കടലിൽ വീഴുന്ന പോലെ ഇരിക്കും. തെർമോന്യൂക്ലിയർ വാറാണോ ഈ സംഭവിക്കുന്നതെന്നും അറിയില്ല. യോഹന്നാൻ നോക്കിയപ്പോൾ കത്തുന്ന ഒന്ന് കടലിൽ ചെന്ന് വീഴുകയാണ്. എന്നിട്ട് രേഖപ്പെടുത്തി, കടലിലുള്ള ജീവികൾ മാത്രമല്ല കപ്പലുകളിൽ 1/3 ഛേദം വരുന്നു. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ദൈവം ഇവിടെ രേഖപ്പെടുത്തിയത്. ഈ നേവൽ വാറ്, അതായത് കടൽ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ മിസൈലുകളൊക്കെ ഈ കപ്പലുകള്, യുദ്ധക്കപ്പലുകൾ പോകുന്നതനുസരിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇങ്ങനെയാണ് പറയുന്നത്. റഷ്യയുടെ കപ്പലുകൾ കടലുകൾ താണ്ടിപ്പോകുമ്പോൾ അമേരിക്കയുടെ ആ മിസൈലുകൾ അതനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ കപ്പലുകൾ പോകുമ്പോൾ റഷ്യയുടെ മിസൈലുകൾ അതനുസരിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ സാറ്റലൈറ്റ് സിസ്റ്റം കൊണ്ടൊക്കെ കപ്പലുകൾ എങ്ങോട്ട് പോകുന്നെന്നവ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അയക്കുന്ന ഈ വസ്തുതകളാണോ ഈ വീഴുന്നതെന്ന് അറിയില്ല. ഏതായാലും കപ്പലിൽ ഒന്ന് തകർന്നു പോകും, ജീവികളിൽ 1/3 ചത്തുപോകും, കടലിൽ 1/3 രക്തതുല്യമായി മാറും. ജീവികൾ കടലിൽ ചത്തുപോകുന്നത് കൊണ്ട് ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്ന. ഏതായാലും ഈജിപ്തിൽ നമ്മൾ വായിക്കുന്നു, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 21 വരെ വായിച്ചാൽ ഈജിപ്തിലെ നദികള്, പുഴകള്, കുളങ്ങള്, വെള്ളങ്ങളൊക്കെ രക്തമായി മാറി. ആ ദൈവം ഇവിടെയും കടലിൽ 1/3 രക്തമാകും. അതുപോലെ കരയിൽ നിന്ന് ഭക്ഷണമെടുത്ത് കഴിക്കാനില്ലാത്തൊരവസ്ഥ, സമുദ്രവും രക്തമായി മാറിയ ഒരവസ്ഥ. സമുദ്രം 1/3 രക്തമായി തീരുക. സുനാമി വരുന്നതിന് മുമ്പ് കടൽ കറ കേരളത്തിന്റെ തീരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പത്രങ്ങളിൽ വന്നു. ലോകത്തിന്റെ ഭവിഷ്യത്തുകളും ഒരു വാണിംഗ് തന്നെയായിരുന്നു ആ കടൽ കറകളൊക്കെ. നോക്കാം, ഇവിടെയും അതുപോലെയുള്ള ഒരു വാണിംഗ്. ഇനി 3-ാമത്തെ ദൂതൻ ഊതുകയാണ്. 10-ാം വാക്യം. 3-ാമത്തെ ദൂതൻ, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീറുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കരയിൽ വീണു, കടലിൽ വീണു, കുടിക്കുന്ന ജലാശയങ്ങളിൽ വീഴുകയും. കുടിക്കുന്ന ജലാശയങ്ങൾ. ഇവിടെ ദൈവം ഇത് വാൺ ചെയ്തിട്ടുണ്ട്, നേരത്തെ വാൺ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ന്യായവിധി നടത്തുമെന്നുള്ളത് വാൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജെരമ്യാ പ്രവചനം ഒന്നെടുക്കാം. ജെരമ്യാ പ്രവചനം 9-ാം അധ്യായം 13 തൊട്ട് 15 വരെയുള്ള വാക്യം നോക്കിയ. 9-ന്റെ 13 തൊട്ട് 15 വരെ. യഹോവ അരുളി ചെയ്തത്, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവ ഉപേക്ഷിച്ചു. എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യത്താലും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിക്കും, നഞ്ചുവെള്ളം കുടിപ്പിക്കും. അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ കീഴിൽ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാളയക്കും. ഇസ്രയേൽ ദൈവത്തെ അനുസരിക്കാതെ വന്നാൽ, ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ദൈവം എടുത്തു പറഞ്ഞു, അവരെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിക്കുകയും നഞ്ചുവെള്ളം കുടിപ്പിക്കുകയും ചെയ്യും. 23-ന്റെ ജെരമ്യാവ് തന്നെ 23-ന്റെ 15. അതുകൊണ്ട് സൈന്യ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രവാചകന്മാർ മലിനപ്പെട്ടു പോയി. മീഖ പ്രവാചകൻ രേഖപ്പെടുത്തി, അവർ കൈക്കൂലി വാങ്ങി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ പണം വാങ്ങി ശുശ്രൂഷിക്കുന്നു, ന്യായാധിപന്മാർ പണം വാങ്ങി ന്യായം മറിച്ചു കളയുന്നു. ദൈവം പറഞ്ഞു, അതുകൊണ്ട് 15-ാം വാക്യത്തിൽ വായിക്കുന്നു, ഈ പ്രവാചകന്മാരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിന്റെ പ്രവാചകന്മാരിൽ നിന്ന് നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നു. നേതാക്കന്മാർ മലിനപ്പെട്ട് വഷളത്വം പ്രവർത്തിച്ചപ്പോൾ ആ ജനങ്ങളും അതിലേക്ക് കടന്നുപോയി. അവരെ നഞ്ചും കാഞ്ഞിരവും കുടിപ്പിക്കും എന്ന് ദൈവം മുമ്പ് കൂട്ടി അരുളി ചെയ്തിരിക്കുകയാണ്.
എന്നാൽ ഇത് നീരുറവുകളെ മലിനപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാഞ്ഞിരം പോലെ കഴിച്ചു എന്നാണ്. ആ വാക്യം നമ്മൾ നോക്കാം. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച്, എന്തിനാണ് ഇതിന് കാഞ്ഞിരം എന്ന് പേര് കൊടുത്തത്? മാത്രമല്ല പഴയ നിയമത്തിലും കാഞ്ഞിരം എന്ന് വളരെ വ്യക്തമായി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 1986 റഷ്യയിലെ ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ന്യൂക്ലിയർ ഡിസാസ്റ്ററിനെ കുറിച്ച് അറിയാം. ഉക്രൈനിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ചെർണോബിൽ. റഷ്യയിലെ ഉക്രൈനിലുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ചെർണോബിൽ. ആ സ്ഥലത്തിന്റെ പേര് ചെർണോബിൽ എന്നാണ്. ചെർണോബിൽ എന്ന പേര് വരാൻ കാരണം ഉക്രൈനിയൻ ഭാഷയിലെ കാഞ്ഞിരത്തിന്റെ പേരാണ് ചെർണോബിൽ. ഉക്രൈനിലെ ചെർണോബിൽ ധാരാളം കാഞ്ഞിരം എന്ന് പറയുന്ന ചെടിയുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് വന്നു ചെർണോബിൽ. കാഞ്ഞിരം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, ചെർണോബിൽ. ഈ ഉക്രൈനിയൻ ഭാഷയിൽ ഈ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നക്ഷത്രത്തിന് ചെർണോബിൽ എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഭാഷാന്തരം ചെയ്യേണ്ടി. ആ കാഞ്ഞിരത്തിന് ചെർണോബിൽ എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം, അന്ന് ഈ 1986 അവിടെ നടന്ന ന്യൂക്ലിയർ ഡിസാസ്റ്റർ ലോകം ഒരു കാര്യം കണ്ടു. ആ പ്രദേശത്തുള്ള എല്ലാ ജലാശയങ്ങളും, എല്ലാ തോടുകളും കിണറുകളും അവരുടെ ജലാശയങ്ങളും ന്യൂക്ലിയർ കണ്ടാമിനേഷൻ കൊണ്ട് മനുഷ്യന് കുടിക്കുവാൻ നിവൃത്തിയില്ലാതെ കുടിച്ചാൽ മനുഷ്യൻ മരിച്ചു പോകുമായിരുന്നു. ഒരു പക്ഷെങ്കിൽ ദൈവം ഇവിടെ ഒരു മുന്നറിയിപ്പ് ജനത്തിന് കൊടുക്കുകയായിരുന്നോ എന്ന് തന്നെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഓർത്തുകൊണ്ടിരുന്നു, പീഡനകാലത്തിന്റെ അവസാന ഭാഗം ന്യൂക്ലിയർ യുദ്ധങ്ങളും മിസൈൽ യുദ്ധങ്ങളും വലിയ ഭീകരമായ ആയുധങ്ങൾ കൊണ്ടുള്ള കെമിക്കലും ബയോളജിക്കൽ വെപ്പണുമൊക്കെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു യുദ്ധ പരമ്പരയുടെ നാളുകളായിരിക്കും. അന്ന് ഇവിടെ യോഹന്നാൻ കണ്ടതുപോലെ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം, ആക്ഷരിക നക്ഷത്രമല്ലത്, ജീവൻ പോലെ ജ്വലിക്കുന്ന ഒരെണ്ണം ആകാശത്തൂടെ പറന്ന് വീണിട്ട് ആ ജലാശയങ്ങളൊക്കെ ഈ കയ്പ് പോലെ ആയിട്ട് കുടിക്കുന്നവരൊക്കെ മരിച്ചു പോവുകയാണ്. ആർക്കറിയാം, ഒരുപക്ഷെ യോഹന്നാൻ കണ്ടത് ഒരു മിസൈൽ, ന്യൂക്ലിയർ മിസൈലോ അതുപോലുള്ള സാധനങ്ങളാണോ എന്ന് അല്ല എന്ന് പറയാനായിട്ട് നിവൃത്തിയില്ല. കാരണം നമ്മൾ ഓർത്തതുപോലെ 2000 വർഷം മുമ്പ് യോഹന്നാൻ കണ്ടതാണ് രേഖപ്പെടുത്തിയത്. നക്ഷത്രം പോലെ നമ്മൾ ഓർത്തത് വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ എറിഞ്ഞു. നക്ഷത്രം ജ്വലിക്കുന്ന ഒരെണ്ണം കടന്നുപോയി, ജലാശയങ്ങളൊക്കെ മലിനപ്പെട്ടു പോയി. വീണ്ടും നമ്മൾ ഓർത്തതുപോലെ മനുഷ്യനുണ്ടാക്കി വെച്ച സാധനങ്ങൾ കൊണ്ട് തന്നെ അവനെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്നതാണോ എന്നുള്ളതും ആണെങ്കിൽ പോലും ദൈവം അനുവദിക്കുന്നത് കൊണ്ട് 1/3 മാത്രം അവിടെ നശിപ്പിക്കപ്പെടുകയാണ്. 12ാം വാക്യം നോക്കാം. 4ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങൾ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ഞാൻ ഈ ഭാഗങ്ങള് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വചനത്തിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ആമോസിന്റെ പുസ്തകത്തിലൊക്കെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചിട്ട് ഞാൻ പത്രത്തിൽ വായിച്ച ഒരു ന്യൂസ് പറയാമെന്ന് ചിന്തിച്ചു. ആമോസിന്റെ പുസ്തകം 5ാം അധ്യായം, ആമോസിന്റെ പുസ്തകം 5ാം അധ്യായം, 5ാം അധ്യായത്തിലെ 18 തൊട്ട് 20 വരെയുള്ള വാക്യത്തിലെ, ആമോസ് 5:18 തൊട്ട് 20 വരെ, യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നോക്ക്, അവിടെയും ഡേ ഓഫ് ദ ലോർഡാണ്. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന് മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവൻ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരിനോട് ചാരിയിട്ട് സർപ്പവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെയാകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ. ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ. നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദോഷിച്ച് നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. അവിടെ നോക്കിയേ, യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയായിരിക്കും. ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ യഹോവയുടെ ദിവസം. നമ്മൾ വായിച്ചെടുത്തൊക്കെ ശ്രദ്ധിച്ചു, യഹോവയുടെ ദിവസം അത് വെളിച്ചമല്ല, അത് ഇരുളാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, 4ാമത്തെ ദൂതൻ ഊതിയപ്പോൾ സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്ത ഞാൻ കുറിച്ചു വെച്ചു. ഞാനത് കട്ട് ചെയ്ത് വെച്ചിരുന്നാണ്. എൻ്റെ കയ്യിൽ ആ പേപ്പർ കട്ടിക്കുണ്ടോ എന്നറിയില്ല. ഏതായാലും വാർത്ത ഞാൻ കുറിച്ചു വെച്ചു. മലയാള മനോരമയിൽ 1984 വന്ന ഒരു വാർത്ത ഞാനത് കുറിച്ചു വെച്ചു. 84 ജൂലൈ 28 വന്ന മനോരമയിൽ ഇങ്ങനെയാണ് ആ വാർത്ത വന്നത്: ഭൂമി 1 വർഷം ഇരുട്ടിലാകും. ഞാൻ ആ വാർത്ത അതുപോലെ അങ്ങ് വായിക്കാം. മോസ്കോ, ഫസ്റ്റ് ന്യൂക്ലിയർ വാർ ഭൂഗോളത്തെ 1 വർഷം ഇരുട്ടിലാഴ്ത്തുമെന്ന് റഷ്യൻ വിദഗ്ധനായ നികിത മൊയ്സോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണക്കാക്കിയിരിക്കുന്നു. അണുസ്ഫോടനത്തെ തുടർന്ന് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ലക്ഷക്കണക്കിന് ടൺ മണ്ണും മറ്റും അവശിഷ്ടങ്ങളും ഭൂമണ്ഡലങ്ങളിൽ ആളിപ്പടരുന്ന അഗ്നിജ്വാലകളും
സൂര്യപ്രകാശത്തെ പൂർണ്ണമായും മറച്ചു കളയുമെന്ന് കമ്പ്യൂട്ടർ കൊണ്ട് പഠിച്ചിരിക്കുന്നു. ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഭൂമിയിൽ നമ്മളിപ്പോൾ ഓർത്തു, ആ പച്ചപ്പുല്ല് മുഴുവൻ കത്തി, വൃക്ഷങ്ങളിൽ 1/3 കത്തി. ഇപ്പോൾ നമ്മുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം. മനുഷ്യൻ ഈ കാർബൺ ഡൈ ഓക്സൈഡും മോണോക്സൈഡും ഭൂമിയിൽ കൂട്ടിയത് കൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് ഭൂമിക്ക് ഉണ്ടാക്കിയത്. അതായത് ഭൂമിയിലോട്ട് ഉയർന്നിട്ട് ഒരു പർട്ടിക്കുലർ ഒരു സ്ഫിയറിൽ വന്നിട്ട് ഇത് പുറത്തോട്ട് പോകാതെ ഇവിടെ നിന്നുള്ള ചൂടിനെ വീണ്ടും റിഫ്ലക്ട് ചെയ്തിട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഭൂമിക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പീഡന കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഈ ഭീകരായുധങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ടണ്ണ് അന്തരീക്ഷത്തിലേക്ക് മലിനപ്പെട്ട വസ്തുക്കൾ ഉയരുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് നിരീശ്വരന്മാരുടെ നാടായ റഷ്യയിലെ മോസ്കോവിൽ 84 കണ്ടുപിടിച്ചു. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാനത് 84 തന്നെ അത് കുറിച്ചു വെച്ചപ്പോൾ ഈ വചനം എനിക്ക് കുറച്ചുകൂടെ ഈ കാലത്തോടുള്ള ബന്ധത്തിൽ പ്രസക്തിയുള്ളതായി എനിക്ക് തോന്നി. എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി അറിയാം, ഇരുട്ട്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 21 തൊട്ട് 21 വരെയുള്ള വാക്യത്തില് ദൈവം ഈജിപ്തിൽ ഇരുട്ട് വരുത്തിയത് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ചന്ദ്രനിൽ 3 നക്ഷത്രങ്ങളിൽ 3 ബാധ തട്ടിയാവിൽ 3 ഇരുണ്ട് പോയി. കുവൈറ്റിലെ ഓയിൽ വെൽസ് സാദം ഹുസൈൻ്റെ ആളുകൾ കത്തിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടു. അവിടെ മുഴുവൻ ഇരുണ്ടുപോയി. കറുത്ത സ്മോക്ക് കൊണ്ട് ആ മരുപ്രദേശങ്ങൾ ഇരുണ്ടുപോയി. കറുത്ത മഴ പെയ്തു. യൂറോപ്പിൽ കറുത്ത മഴ പെയ്തു, ചുവന്ന മഴ പെയ്തു. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള മഴകൾ പെയ്തു. അതൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന മലിനങ്ങൾ മടങ്ങി വരുന്ന പ്രതിഭാസമായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്രയും സംഭവങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ജീവിക്കുന്ന ഒരു ദിവസമാണ് ഈ ഭൂമിയിൽ നടക്കുന്നതെങ്കിൽ എന്തൊരു ഭീകരതയായിരിക്കും, എന്തൊരു ഭയങ്കരമായിരിക്കും. നമ്മൾ കുടുംബമായി കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ഭയങ്കരം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രസവിക്കാത്ത ഉദരമുള്ളവര്, മുലകുടിപ്പിക്കാത്ത മാറുള്ള ആ സ്ത്രീകളെ കുറിച്ച് ഭാഗ്യവതികൾ എന്ന് പറയുന്ന ഒരു ദിവസം വരും. അത്ര ഭയങ്കരമായ വിപത്തുകൾ കുടുംബങ്ങൾക്കും ലോകത്തിലുള്ളവർക്കും സംഭവിക്കുന്ന ദിവസം. എന്നാൽ നമുക്കെത്ര ആശ്വാസമാണ്, കർത്താവ് നമുക്ക് വേണ്ടി ആ ക്രോധം കാൽവറി ക്രൂശിൽ അനുഭവിച്ച് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല, വരുവാനിക്കുന്ന കോപത്തിൽ നമ്മെ അവൻ വിടുവിക്കുക. ഇത്ര ഭയങ്കരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഭൂമിമേലെ, സമുദ്രത്തിന്മേലെ, പിന്നീട് കടലിന്മേലെ, പിന്നീട് ആകാശമണ്ഡലത്തിന്മേലെ, അവള് ഭൂമിയുടെ പൂർണ്ണമായ ആ പ്രതലങ്ങളിൽ ഇത് ബാധിച്ചപ്പോൾ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനതയുണ്ടായി. ഇപ്പോൾ 4 കാഹളമേ ഊതിയിട്ടുള്ളൂ. ഇനിയും ഊതാൻ കിടക്കുന്ന 3 കൂടെ. എന്നാൽ 3 ഊതുന്നതിന് മുമ്പ് 13-ാം വാക്യം നോക്കിയേ. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമത്തെ പറക്കുന്ന ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ആ ഭാഗം ശ്രദ്ധിച്ചോ? 3 ഈ 4 ദൂതന്മാർ ഊതിയപ്പോൾ ഇത്ര ഭയാനകമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ അടുത്ത 3 ഊതുന്നതിന് മുമ്പ് യോഹന്നാൻ ഒരു കാഴ്ച കിട്ടി. ഭൂമിയിൽ വസിക്കുന്നവർക്ക് കഷ്ടം കഷ്ടം കഷ്ടം. ഇനിയും ഊതാനിരിക്കുന്ന 3 കാഹളങ്ങളുടെ ന്യായവിധി കൊണ്ട് ഭൂമിയിൽ വരുന്നത് ഇതിലും ഭയങ്കര ന്യായവിധിയാണ്. അതിൻ്റെ ഭീകരത കൊണ്ട് കഷ്ടം 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 എന്ന് രേഖപ്പെടുത്തി. നമുക്ക് ഒരെണ്ണം കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. 9-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യം ആദ്യം ഒന്ന് വായിക്കാം. 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ടോടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ, മുഖം മനുഷ്യമുഖം പോലെ ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹങ്ങളുടെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേക കുതിരകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ള പോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിന് ശക്തി വാലിലായിരുന്നു. അഗാധദൂതൻ അവന് രാജാവായിരുന്നു.
അവൻ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേർ. 3 കഷ്ടങ്ങളിൽ ആദ്യത്തെ കഷ്ടം. 5ാമത്തെ ദൂതൻ ഊതുകയാണ്. ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് ഭൂമിയിൽ വീണ് കിടന്നു. ആ നക്ഷത്രം ആശ്ചര്യ നക്ഷത്രമല്ല. അടുത്ത വാക്യം അത് തെളിയിക്കുന്നു. അവന്, അപ്പോൾ ആ നക്ഷത്രം അവന്, അപ്പൊ അതൊരു ദൂതനാണെന്നുള്ളത് വ്യക്തമാണ്. ബൈബിളിൽ അങ്ങനെ തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 20-ാം വാക്യം അവിടെ കർത്താവ് വെളിപ്പെടുത്തി ഈ 7 നക്ഷത്രം 7 ദൂതന്മാരാണ്. ഇവിടെ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നത് അവന് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. അവന്റെ കയ്യിൽ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിക്കുകയാണ്. അബീസിന്റെ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിക്കുകയാണ്. ഈ ഇതോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ചെറിയ പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. നരകത്തെക്കുറിച്ചൊരു ചെറിയ പഠനം നമുക്കിവിടെ കിട്ടാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ മനസ്സിൽ നരകം എന്ന് പറഞ്ഞാൽ തീപ്പൊയ്ക ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമെന്നേ ഒരു ചിന്തയുള്ളൂ. എന്നാൽ ഈ ഭാഗങ്ങൾ സൂക്ഷിച്ചു പഠിക്കുമ്പോൾ പാതാളത്തിന് പലവിധമായ തട്ടുകളും ഭാഗങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഈ അഗാധകൂപമാണ് 1000 ആണ്ട് വാഴ്ച സമയത്ത് സാത്താനെ പൂട്ടുന്ന ഇടം. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അബീസ്, അഗാധകൂപം, ബോട്ടംലെസ് പിറ്റ്. അഗാധകൂപം എന്ന മലയാള വാക്കിന്റെയും ഇംഗ്ലീഷ് വാക്കിന്റെയും അർത്ഥം അടിയില്ലാത്ത കുഴി എന്ന. ബോട്ടംലെസ് പിറ്റ്, ബോട്ടമില്ലാത്ത പിറ്റ്, അഗാധകൂപം, അബീസ്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഉണ്ടെന്നാ പറയുന്നത്. ബൈബിൾ പറയുന്നു, അല്ല മനുഷ്യനും ഇപ്പം പറയുന്നു. ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്ന സ്ഥലം ഈ പ്രപഞ്ചത്തിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ അഗാധകൂപം എന്നൊക്കെ മനുഷ്യൻ പറയുന്നുണ്ട്. ആണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഈ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞാല് അതിന് അവസാനമൊന്നുമില്ല. എന്തിനെ കണ്ടാലും അത് സഖ്യ ചെയ്തെടുത്ത് കളയുമെന്നൊക്കെയാ ഈ പറയുന്ന ഹബീസ്, ഈ ടെലിസ്കോപ്പ് ഒക്കെ അത് കണ്ടുപിടിക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ ബൈബിളിൽ വെളിപ്പെടുത്തി ഈ അഗാധകൂപമാണ് 1000 ആണ്ട് വാഴ്ച സമയത്ത് സാത്താനെ ബന്ധിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന സ്ഥലം. വെളിപ്പാട് പുസ്തകം 20-ന്റെ ആദ്യത്തെ 3 വാക്യം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പോൾ 1000 ആണ്ട് വാഴ്ച സമയം മനുഷ്യനെ വഞ്ചിക്കാതെ സാത്താനെ കെട്ടിയിടുന്ന സ്ഥലം, ബന്ധിച്ചിരിക്കുന്ന സ്ഥലം ഈ അഗാധകൂപമാണ്, അല്ലെങ്കിൽ അബീസാണ്. അഗാധകൂപം എന്നുള്ളത്, അബീസ് എന്നുള്ളത് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് and was given to it the key of the shaft of the abyss. അബീസിന്റെ ഷാഫ്റ്റിന്റെ താക്കോല് കൊടുത്തെന്ന, അഗാധകൂപത്തിന്റെ ഷാഫ്റ്റിന്റെ താക്കോല് കൊടുത്തെന്ന ഒറിജിനൽ ലാംഗ്വേജിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അഗാധകൂപത്തിനൊരു ഷാഫ്റ്റ് ഉണ്ടെന്നും ആ ഷാഫ്റ്റിനൊരു താക്കോലുണ്ടെന്നും രക്ഷപ്പെടുത്തി. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ്. ഈ പാതാളത്തിന്റെ പല തട്ടുകൾക്കും താക്കോലുണ്ട്. ഇവിടെയും ആ താക്കോൽ അവന്റെ കയ്യിൽ കൊടുക്കുന്നതായിട്ട് കർത്താവ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മറ്റൊരു ഭാഗം പുതിയ നിയമത്തിൽ കിട്ടുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ ആ ഭൂതങ്ങളെല്ലാം കൂടെ ഏകദേശം 2000 പന്നികളുടെ ദേഹത്തിൽ നിന്ന് കയറുകയാണ്. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം എടുത്തേ ആ ഭൂതങ്ങൾ പറഞ്ഞ വാക്ക് എവിടോട്ടവരെ അയക്കില്ലെന്നാ പറഞ്ഞ നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, ലൂക്കോസ് 8-ന്റെ 31-ാം വാക്യം നോക്കിയേ. 8-ന്റെ 31. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുതെന്ന് അവൻ അവരോട് അപേക്ഷിച്ചു. And they besought him that not he would order them into the abyss to go away. അങ്ങനെയാണ് ഒറിജിനൽ ലാംഗ്വേജ്. And they besought him that not he would order them into the abyss to go away. ഈ അഗാധകൂപത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുതെന്ന് അവനോട് അവൻ അപേക്ഷിച്ചു. ഈ ഭൂതങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളെ ഈ അഗാധകൂപത്തിലേക്ക് വിടരുതേ. ഭൂതങ്ങളെ ഇന്ന് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമായിട്ടും 1000 ആണ്ട് വാഴ്ചയിൽ ഭൂതത്തെ കെട്ടിയിടുന്ന ഒരു സ്ഥലവും ഇവിടമാണ്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന്റെ ദേഹത്ത് വസിച്ചിരുന്ന ഭൂതങ്ങളും കർത്താവിനോട് പറയുന്നത് അവിടോട്ട് ഞങ്ങളെ വിടരുത് എന്നാണ്. എന്നാൽ ഈ പാതാളത്തിന് അവിടം മാത്രമല്ല, നമ്മളിപ്പോൾ വായിച്ച അബീസ് അഗാധകൂപം മാത്രമല്ല. നമ്മള് യൂദായുടെ ലേഖനവും പത്രോസിന്റെ ലേഖനവും വായിക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്തെക്കുറിച്ച് വായിക്കുന്നു. യൂദായുടെ ലേഖനം 6-ാം വാക്യം. യൂദായുടെ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരം, അത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടാർട്ടറോസ്. നേരത്തെ പറഞ്ഞത് അബീസ്, ഇത് ടാർട്ടറോസ്. അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2 പത്രോസ് 2-ന്റെ 4 കൂടെ ചേർത്ത് വായിക്കാം.
2 പത്രോസ് 2:4. അവിടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിക്കുകയും അവിടെയും അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചെന്ന് പറഞ്ഞത് പത്രോസിൽ പറഞ്ഞിരിക്കുന്ന അതേ പദമാണ് ടാർട്ടറോസ്. അവള് അബീസിൽ ബന്ധിച്ചിരിക്കുന്നത് മാത്രമല്ല, ഒരു കൂട്ടം ദൂതന്മാരെ, ആരാണിത്? പാപം ചെയ്ത ദൂതന്മാരെ. ഇവരാരാണെന്നുള്ള അഭിപ്രായ ഭിന്നതകൾ ദൈവദാസന്മാരുടെ മധ്യത്തിലുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു 36 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപുത്രന്മാർ അവർ മനുഷ്യപുത്രന്മാരുടെ സ്ത്രീകളെ വിവാഹം കഴിച്ച് മല്ലന്മാർ, നെഫിലിം, ജയൻസ് ഭൂമിയിൽ ഉണ്ടായെന്ന് പറയുന്നു. അത് മനുഷ്യവേഷം എടുക്കുവാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ദൂതന്മാർ. അവർ മനുഷ്യവേഷം എടുത്തിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജനിച്ചതാണ് ഈ ജയൻസ് അല്ലെങ്കിൽ നഫിലിസ് എന്ന് അനേക ദൈവദാസന്മാർ വിശ്വസിക്കുന്നു. അതാണ് കൂടുതൽ ന്യായം. ജലപ്രളയ സമയത്ത് ഇവരെയെല്ലാം ദൈവം നശിപ്പിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ഈ വിധത്തിൽ ശരീരമെടുക്കുന്ന ദൂതന്മാരെ ദൈവം ഈ പ്രത്യേക സ്ഥലത്ത് ടാർട്ടറോസ് അവിടെ ദൈവം ബന്ധിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ന്യായവിധി ദിവസത്തിനായി. ഓക്കെ, അബീസിനെ കുറിച്ച് കണ്ടു, ടാർട്ടറോസിനെ കണ്ടു. ഇനിയും ഇവരെ എന്ന് വരെ അവിടെ സൂക്ഷിക്കുന്നു? ഇവിടെ 2 നമ്മൾ കാണുന്നു. ന്യായവിധി ദിവസം വരെ, 1000 ആണ്ട് വാഴ്ച വരെ അവിടെ സൂക്ഷിക്കുന്നു. ഇത് കഴിയുമ്പോൾ ഇവരെ എടുത്തിട്ട് മത്തായി 25:41 യേശുക്രിസ്തു പറഞ്ഞു മറ്റൊരു ഭാഗം, പാതാളത്തിന്റെ മറ്റൊരു ഭാഗം. 25:41 പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നിത്യാഗ്നി അവിടെ ഗ്രീക്കിൽ ഗഹന്ന, ഗഹന്ന എന്ന പദമാണ്. ഗഹന്ന, തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. നരകത്തിൽ മറ്റൊരു സ്ഥലമാണ് ലേക്ക് ഓഫ് ഫയർ. അന്ത്യ ന്യായവിധിക്ക് ശേഷം, അതായത് വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷം, പാപം ചെയ്ത മനുഷ്യനെയും ഈ അഗാധകൂപത്തിൽ പൂട്ടിയ ഈ സാത്താന്മാരെയും അതുപോലെ ടാർട്ടറോസിൽ കിടന്ന അന്ധകാരത്തിൽ സൂക്ഷിച്ചവരെയും അഗാധകൂപത്തിൽ സൂക്ഷിച്ചവരെയും ഒക്കെ അവസാനം കൊണ്ടിടുന്ന സ്ഥലമാണ് തീപ്പൊയ്ക. പാപം ചെയ്ത മനുഷ്യനെയും ന്യായവിധിക്ക് ശേഷം അയക്കുന്നത് രക്ഷിക്കപ്പെടാത്തവനെയും ഈ തീപ്പൊയ്കയിലേക്ക്, ഗഹന്നയിലേക്ക്, അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഗഹന്ന. വെളിപാട് പുസ്തകം 20:10 ന്യായവിധിക്ക് മുമ്പ് തന്നെ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചിടുന്നതും ഈ തീപ്പൊയ്കയിലാണ്. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ പിടിച്ച് ന്യായവിധി ഒന്നും നടത്തുന്നില്ല. അവരെ മറ്റെങ്ങുമല്ല, നേരെ ഈ തീപ്പൊയ്കയിലോട്ട്, ഗഹന്നയിലോട്ടാണ് തള്ളിയിടുന്നത്. ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന്, പാതാളത്തിന് ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന് പഠിക്കാൻ കഴിയും. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. പാതാളത്തിന് ഒരു ഭാഗം കൂടെ ഉണ്ട്. 16 ലൂക്കോസ് 16:23-24 വാക്യം. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി മരിച്ച ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പാതാളത്തിൽ കിടക്കുന്ന സ്ഥലം. അത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹെഡീസോ. ഹെഡീസോ, പാതാളത്തിന് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹെഡീസോ. നമ്മുടെ മലയാളത്തിൽ പാതാളമെന്ന് നരകം എന്നൊക്കെ പറഞ്ഞ് 1-2 വാക്കുകൾ തീർക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹെഡീസോ. ഹെഡീസോ എന്ന് പറയുന്നത് പാപം ചെയ്ത് മരിച്ചുപോയ, രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന ഇടമാണ്. അവള് നരകത്തിൽ ഹെഡീസോയുണ്ട്, മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ഇരിക്കുന്ന പ്രതലം. പാപം ചെയ്ത ദൂതന്മാരെ സൂക്ഷിച്ചിരിക്കുന്ന അന്ധതമസിന്റെ കീഴ് അല്ലെങ്കിൽ ടാർട്ടറോസ്. പിന്നീട് ദുഷ്ട സൈന്യങ്ങൾ, ഈ സാത്താന്റെ ഒരു കൂട്ടം ജനത്തെ സൂക്ഷിച്ചിരിക്കുന്ന അബീസ്, അഗാധകൂപമുണ്ട്. അവസാനം ന്യായവിധിക്കായി തള്ളിയിടുന്ന നിത്യാഗ്നിയുടെ തടാകം അല്ലെങ്കിൽ ഗഹന്ന ഉണ്ട്. അപ്പൊ നരകത്തിന്, പാതാളത്തിന് കാണാത്ത താഴത്തെ ലോകത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളുണ്ട്. അതൊരു പഠന വിഷയമാണ്. ദീർഘമായ ഒരു ധ്യാനത്തിനും പഠനത്തിനും നമ്മെ ഉതകുന്ന വിഷയങ്ങളാണ് ഈ പാതാളത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ 3-4 പ്രതലങ്ങൾ. അതിൻ്റെ ഭയാനകവും ഭീകരതയും നമുക്ക് ഓർക്കാൻ കഴിയും. കാരണം ദൈവം ഒരുക്കിയ അതാണ് ആ സ്ഥലം. ദൈവം ഒരുക്കിയത് അത് സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമാണ്. എന്നാൽ അവിടോട്ട് മനുഷ്യനും പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച്, രക്ഷിക്കപ്പെടാത്തവനൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. സമയം തീർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ അഗാധകൂപത്തിൽ നിന്ന് വരുന്ന വെട്ടുകിളിയുടെ ന്യായവിധിയെക്കുറിച്ച് കർത്താവിനെ വെച്ചാൽ അടുത്ത ദിവസം ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച രക്ഷ എത്ര വലുതാണ്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് പറഞ്ഞ പോലെ, സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവരെ ഒരു നിമിഷം നരകത്തിൻ്റെ വാതിലൊന്ന് പിടിച്ചേച്ച് വിടാവെന്ന് പറഞ്ഞ പോലെ, അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സുവിശേഷം പറയാൻ നമ്മൾ ഓടി നടന്നേനെ. അതിൽ നിന്നുള്ള മോചനം എത്ര വലുതാണ്, പാതാളത്തിൻ്റെ യാതന എത്ര വലുതാണ്, ഭീകരത എത്ര വലുതാണ്. മാത്രമല്ല, ഉൽപ്രാവണത്തിൽ പങ്കില്ലാത്ത മനുഷ്യൻ കൈവിടപ്പെടുന്ന ഭൂമിയിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന വിപത്തുകൾ എത്ര വലുതാണ്. നമ്മളൊന്നും പ്രവർത്തിച്ചില്ല, നമ്മളൊന്നും അധ്വാനിച്ചില്ലേ. കൃപയാൽ സൗജന്യമായി
നമ്മെ രക്ഷിച്ച് സ്വർഗത്തിന് അവകാശികളാക്കി. ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലാതെ നമ്മളെ വിടുവിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടും.